കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരികയാണ്. നിങ്ങൾ ഞെട്ടാൻ തയ്യാറെടുത്തുള്ളൂ. ഈ റിപ്പോർട്ട് കാണൂ. സമീപ വർഷങ്ങളായി ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുകയാണ്. മയക്കുമരുന്ന് കേസുകളിൽ ഗണ്യമായ വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. NDPS ആക്ടിന് കീഴിൽ 2020 4968 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2021 5695 2022 26619 2023 30697 2024 27530 കേസുകളുടെ എണ്ണം ഉയർന്നു. 2025 ജനുവരിയിൽ മാത്രം കേരളത്തിൽ ഏകദേശം 2000 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ എറണാകുളം ജില്ലയാണ് സംസ്ഥാനത്ത് മുൻപന്തിയിൽ. 2023 ജനുവരി 1-നും 2024 ജൂൺ 1-നും ഇടയിൽ ജില്ലയിൽ 8567 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5906 കേസുകളുമായി മലപ്പുറവും 5385 കേസുകളുമായി കോഴിക്കോടും 2-3 സ്ഥാനങ്ങളിലുണ്ട്. കൌമാരക്കാർക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗ കേസുകളിൽ 82% കഞ്ചാവുമായി ബന്ധപ്പെട്ടതാണ്. ഇവരിൽ 75.66% പേർ സിഗരറ്റ് വലിച്ചിരുന്നവരാണെന്നും മാനസിക സമ്മർദ്ദം നേരിട്ടപ്പോഴാണ് ഇവരിൽ 35.16% പേർ മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞതെന്നുമാണ് കണ്ടെത്തൽ. LSD, MDMA ഉപയോഗവും യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു. ഒളിപ്പിച്ചുവെക്കാൻ എളുപ്പമാണെന്നതും ഉപയോഗിച്ചവരെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നതും ഇവയുടെ ഉപയോഗം വ്യാപകമാക്കി. ഇതിനു പുറമെ കൊക്കെയിൻ, ഹെറോയിൻ, ഹാഷിഷ് എന്നിവയും സംസ്ഥാനത്തെ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് പറയുന്നു. റിസർച്ച് ഡെസ്ക് 24.